ചേട്ടാ എനിക്ക് 100 രൂപ തരണേ. നാളെ കല്യാണത്തിന് പോകണ്ടല്ലേ, എൻ്റെ പുരികം ത്രെഡ് ചെയ്യാനാ. അതിനെന്താടി 100 രൂപ? പുരികം ത്രെഡ് ചെയ്യാൻ 30 രൂപ വരെ. ഓഹ് എൻ്റെ ചേട്ടാ, ബാക്കി ഞാൻ കൊണ്ടുതരാം. നിങ്ങൾ എനിക്ക് മാസം ഒരു 500 രൂപയെങ്കിലും വെച്ച് തന്നിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ച് പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെയാണെങ്കിൽ രാഷ്ട്രീയക്കാരും ക്ലബ്ബുകാരും അമ്പലക്കാർക്ക് മിക്ക ദിവസങ്ങൾ പിരിവിന് വരാറുണ്ട്. അപ്പോഴേക്കും അപ്പുറത്ത് ലീലാമൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയാൽ ഞാൻ അവർക്ക് കൊടുക്കുന്നത്. ലീലാമൻ ചേച്ചിയുടെ കയ്യിൽ എപ്പോഴും കാശുണ്ടാവും. അവരുടെ ഭർത്താവ് നിങ്ങളെപ്പോലെയല്ല, നിത്യച്ചേനുള്ള കാശൊന്നും കൊടുക്കാറുണ്ട്. എടി ഇവിടുത്തെ ചെലവുകൾ മുഴുവൻ ഞാൻ നോക്കുന്നില്ലേ, പിന്നെ വല്ലപ്പോഴും വരുന്ന പിരിവാര് അത് നീ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് പറയാം, ഒഴിവാക്കാൻ പറ്റാതെ ചിലർ വരും. അവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട് പോവാം, അറിയോ? ഓഹ് എടി, നിനക്ക് മാസം പ്രത്യേകം ചെലവിന് തരാനുള്ള വരുമാനം എനിക്കില്ല. നീ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേ. പതിവ് പോലെ അതും പറഞ്ഞിട്ട് ഭർത്താവ് ഇറങ്ങിപ്പോയപ്പോൾ രാധിക വിഷണ്ണയായി നിന്നു. തന്നെ പോലെ തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു വരുമാനമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും അദ്ദേഹം വാങ്ങിച്ചു തരുമെങ്കിലും അതല്ലാതെ വരുന്ന ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് തന്നെയാണ്. ശ്രമിച്ചാൽ തനിക്ക് മാസം 500,000 നിസ്സാരമായിട്ട് തരാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ആളൽപ്പം പിശുക്കനാണ്. തനിക്കൊരു ജോലിക്ക് പോയി സ്വന്തമായി വരുമാനം ഉണ്ടാക്കണമെന്നുണ്ട്. ആഗ്രഹമുണ്ടെങ്കിലും ഈ വീട്ടിലെ ജോലിക്ക് വേറെ ആളെ വെക്കേണ്ടി വരും. കാരണം ഭർത്താവിനും മക്കൾക്കും വെച്ച് വിളമ്പ് നടക്കുള്ള വീട്ടുജോലി കൂടാതെ കിടപ്പിലായ അദ്ദേഹത്തിൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുകയും വേണം. അതുകൊണ്ട് വരുമാനമുള്ളൊരു ജോലി തൻ്റെ സ്വപ്നം മാത്രമാണെന്ന് തിരിച്ചറിവിൽ നിരാശയോടെ രാധിക വീണ്ടും വീട്ടുജോലിയിൽ മുഴുകി. വൈകുന്നേരമായപ്പോൾ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് രാധിക മുൻവശത്തേക്ക് വന്നു നോക്കി. കണ്ടു പരിചയമുള്ള ഒരു യുവതി 2 കുട്ടികളുമായി വന്നു നിൽക്കുന്നു. ചേച്ചി, ഇതെൻ്റെ മക്കളാണ്. ഞാനിവർ ട്യൂഷൻ എടുക്കാൻ വന്ന. ഒരാൾ 8ലും മറ്റേയാൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് കേട്ട് രാധിക അമ്പരം നിന്നു. അല്ല, ഞാനിവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞേ? എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതാ. നാളെ മുതൽ തുടങ്ങിയെന്നു. ആദ്യം വരുന്ന 20 പേർക്ക് മാത്രമേ സീറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ ഇന്ന് അഡ്മിഷൻ എടുക്കണം എന്നാണ് പറഞ്ഞ്. 500 രൂപ ഫീസിന്. വീടിന് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ കുട്ടികൾ ടൗണിൽ വരെ വീടുണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു. ചേച്ചി, അഡ്മിഷൻ ക്ലോസ് ആകുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളെ കൂടി ഇവിടെ നിന്ന് ചേർക്കണേ. അത് കേട്ടപ്പോൾ രാധിക തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലായി. ഒരു കുട്ടിക്ക് 500 രൂപ വെച്ച് കിട്ടുമെങ്കിൽ 20 കുട്ടികളുണ്ട് ഈ മാസം 10,000 രൂപ കിട്ടും. അതൊരു വലിയ ഓഫറാണെന്ന് രാധികയ്ക്ക് തോന്നി. ഒരുപക്ഷെ ഇവർക്ക് വീട് തെറ്റിയതാവും. പക്ഷേ അത് ഇവരെ അറിയിച്ച് വെറുതെ വീട്ടിൽ വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയണ്ട. ഡിഗ്രിയുള്ള തനിക്ക് 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും ഒക്കെ ട്യൂഷൻ എടുക്കുന്ന പ്രയാസമുള്ള കാര്യമില്ല. എന്തായാലും കുട്ടികളെ നാളെ മുതൽ വിട്ടോളൂ, ഞാൻ പഠിപ്പിച്ചോളാം. ഗൗരവം വിടാതെ രാധിക അത് പറഞ്ഞു. സന്തോഷത്തോടെ അവർ പോയി. അതിനുശേഷം വീണ്ടും കുട്ടികളുമായി പലരും വന്നു. ആദ്യ ദിവസം തന്നെ 4-5 കുട്ടികൾ ജോയിൻ ചെയ്ത സന്തോഷത്തിലും അഭിമാനത്തിലുമായിരുന്നു രാധിക. തനിക്കും സ്വന്തമായി വരുമാനമുള്ളൊരു ജോലി ഇട്ടിരിക്കുന്നു. ഇനി മുതൽ ഓരോ കാര്യങ്ങൾക്കും ഭർത്താവിന് മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ട. ക്ലാസ് എടുക്കുന്നതിനായി വൈകുന്നേരം 2 മണിക്കൂർ മാറ്റിവെക്കാൻ തനിക്ക് സാധിക്കും. ഓർത്തപ്പോൾ അഭിമാനം കൊണ്ട് രാധിക്കൊന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നി. പിന്നെ ഇനി മുതൽ പൈസ വെച്ച് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. വേണമെങ്കിൽ ഞാൻ 500,000 കടായിട്ട് അങ്ങോട്ട് തരാം. രാത്രിയിൽ ജോലി കഴിഞ്ഞു വന്ന ഭർത്താവിനോട് രാധിക പറഞ്ഞു. അതെന്താടി, നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ? ലോട്ടറി ഒന്നല്ല, എനിക്കൊരു ജോലിയായി. പേടിക്കണ്ട, പുറത്തൊന്നല്ല, ഇവിടെ തന്നെയാണ്. നാളെ മുതൽ ഞാനൊരു ട്യൂഷൻ ടീച്ചർ ആവുകയാണ്. കുറച്ച് കുട്ടികൾ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. പുറകെ ബാക്കി കുട്ടികളും വരും. മുകളിൽ ടെറസിലെത്തി പഠിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ആഹാ, അതുകൊള്ളല്ലോ. ശരി ശരി, നടക്കട്ടെ. അതും പറഞ്ഞ് മൊബൈൽ ഫോൺ എടുത്ത് അയാൾ പുറത്തേക്ക് ഇറങ്ങി. ഡാ ദിനേശ, താങ്ക്സ് കേട്ടോ. ഞാനതിൻ്റെ പിന്നിലൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. നിന്റെ ഭാര്യയോട് നീ അത് പറയായിരുന്നു, നന്നായി. അല്ല മനോജ്, അതിനെ നീ രാധിക അറിയിക്കാതിരിക്കുന്നത്? അറിഞ്ഞാൽ അവൾക്ക് അത് സന്തോഷമായിരിക്കില്ലേ? ഏയ് അല്ലടാ, അവൾ സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിച്ച് വരുമാനം ഉണ്ടാക്കുമ്പോൾ സന്തോഷം മാത്രമല്ല, അഭിമാനം ഉണ്ടാവും. ഇത്രയും നാളും ഭർത്താവിൻ്റെ ചിലവ് കഴിഞ്ഞതിൻ്റെയും ഏത് കാര്യത്തിനും എന്നെ ആശ്രയിക്കേണ്ടി വരുന്നതിൻ്റെ അപകർഷതാബോധം ഉണ്ടായിരുന്നു അവൾക്ക്. ഇതോടുകൂടി അത് മാറുമല്ലോ. അവളൊന്ന് ബോൾഡാവട്ടെ. എന്നെപ്പോലെ അവൾക്കും കാര്യപ്രാപ്തി ഉണ്ടാവട്ടെ. നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവൾ പകച്ചു നിൽക്കാൻ പാടില്ല. എന്നാൽ ശരിയാണ്, ഞാൻ വെക്കുക, നാളെ കാണാം. ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞടക്കാൻ ഒരുങ്ങുമ്പോൾ തൊട്ടുപിറകിൽ കണ്ണീരോടെ രാധിക നിൽപ്പുണ്ടായിരുന്നു.